പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ മലയാളം 4ാമത്തെ അധ്യായം രസിതം എന്ന് പറയുന്ന ഈ ഭാഗത്തെ 1ാമത്തെ പാഠമായ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്ന ഈ ഭാഗമാണ്. പത്രപ്രവർത്തകനും സാഹിത്യകാരനുമായ ജോൺ കുന്നപ്പള്ളിയുടെ തെയ്തൈ എന്ന ബാല സാഹിത്യകൃതിയിൽ നിന്നെടുത്തതാണ് നമ്മൾ ഈ പഠിച്ച പാഠഭാഗം. ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ എല്ലാ വർഷവും ആഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച നടക്കുന്ന വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1952 ഡിസംബർ 27-ാം തീയതി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ചാച്ചാജി ജവഹർലാൽ നെഹ്റുവിന്റെ സാന്നിധ്യത്തിൽ നടന്ന വള്ളംകളിയുടെ ദൃക്സാക്ഷി വിവരണ രൂപത്തിലുള്ള അവതരണമാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചത്. ഇതിലെ കാര്യങ്ങൾ നമ്മൾ വായിച്ച് പഠിച്ചു. നമ്മൾ ഇതിൽ പരിശോധിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനങ്ങളാണ്. ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. കൂട്ടുകാരെ, നന്നായി ഈ പാഠഭാഗം വായിച്ചതിന് ശേഷം മാത്രമേ ഈ ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാവൂ. ഇതിൽ 1ാമത്തെ പ്രവർത്തനം പറയാം എഴുതാം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. 1ാമത്തെ ചോദ്യം, ഏതൊക്കെ ചുണ്ടൻ വള്ളങ്ങളാണ്, വള്ളം എന്ന് പറയുന്ന തോണി, ഏതൊക്കെ ചുണ്ടൻ വള്ളങ്ങളാണ് ഈ വള്ളംകളിയിൽ പങ്കെടുത്തത്? ഏതൊക്കെ ചുണ്ടൻ വള്ളങ്ങളാണ് ഈ വള്ളംകളിയിൽ പങ്കെടുത്തത്? പാഠഭാഗത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്. നടുഭാഗം ചുണ്ടൻ, നെപ്പോളിയൻ, ചമ്പക്കുളം, കാവാലം, പാർത്ഥസാരഥി, നേതാജി, വലിയ ദിവാൻജി, മാമ്പിഴക്കരി എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് വള്ളംകളിയിൽ പങ്കെടുത്തത്. ഇതൊക്കെ ഓരോ വള്ളങ്ങളുടെ തോണികളുടെ പേരാണ്, അവരുടെ പേരുകളാണ് നമ്മൾ മുകളിൽ പറഞ്ഞതൊക്കെ. 2ാമത്തെ ചോദ്യം, വള്ളംകളി കണ്ടപ്പോഴുണ്ടായ സന്തോഷം നെഹ്റു എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? വള്ളംകളി കണ്ടപ്പോഴുണ്ടായ സന്തോഷം നെഹ്റു എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? വള്ളംകളി കണ്ടപ്പോൾ നെഹ്റു ആഹ്ലാദം കൊണ്ട്, അതായത് സന്തോഷം കൊണ്ട് ഒരു കൊച്ചു കുട്ടിയെപ്പോലെ തുള്ളിച്ചാടി. ആവേശം കൊണ്ട് അടുത്ത് കണ്ട കസേരയിൽ ചാടിക്കയറാൻ പോലും നെഹ്റു മടിച്ചില്ല. തുഴക്കാരുടെ ആയത്തിനൊപ്പിച്ച് നെഹ്റുവും താളം ചവിട്ടി സന്തോഷം പ്രകടിപ്പിച്ചു. ഇങ്ങനെയായിരുന്നു നെഹ്റു ആ വള്ളംകളി കണ്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചത്. 3ാമത്തെ ചോദ്യം, പണ്ഡിറ്റ്ജി എത്തുമ്പോൾ 63 കദീന വെടികൾ പൊട്ടിച്ചത് എന്തിനെ സൂചിപ്പിക്കാനായിരുന്നു? പാഠഭാഗത്ത് അതും വിശദമായി പറഞ്ഞിട്ടുണ്ട്. പണ്ഡിറ്റ്ജി എത്തുമ്പോൾ, നെഹ്റുവിന്റെ മറ്റൊരു പേരാണ് പണ്ഡിറ്റ്ജി. പണ്ഡിറ്റ്ജി എത്തുമ്പോൾ 63 കദീന വെടികൾ പൊട്ടിച്ചത് എന്തിനെ സൂചിപ്പിക്കാനായിരുന്നു? പണ്ഡിറ്റ്ജിയുടെ 63ാമത്തെ വയസ്സ് സൂചിപ്പിക്കാനായിരുന്നു അദ്ദേഹം എത്തിയപ്പോൾ 63 കദീന വെടികൾ പൊട്ടിച്ചത്. ആ സമയത്ത് പണ്ഡിറ്റ്ജി നെഹ്റുവിന് 63 വയസ്സായിരുന്നു പ്രായം. അടുത്ത ചോദ്യം, പുന്നമടക്കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളകച്ചാർ തണിഞ്ഞു എപ്പോൾ? പുന്നമടക്കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളകച്ചാർ തണിഞ്ഞു എപ്പോൾ? അതിന് ഉത്തരം അതൊരു പ്രത്യേക സന്ദർഭത്തിൽ ആ പാഠഭാഗത്ത് പറയുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നെഹ്റുവിനെ വഹിച്ചുകൊണ്ട് നടുഭാഗം ചുണ്ടൻ പുന്നമടക്കായലിലൂടെ നീങ്ങി. മറ്റു ചുണ്ടൻ വള്ളങ്ങളും നിരവധി ബോട്ടുകളും ആ യാത്രക്ക് അകമ്പടി സേവിച്ചു. അപ്പോഴുണ്ടായ ആർപ്പുവിളികളും ആരവങ്ങളും കൊട്ടും പാട്ടും എല്ലാം മുഴങ്ങി. അത് കേട്ടാണ് പുന്നമടക്കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളകച്ചാർ തണിഞ്ഞു എന്ന് പറഞ്ഞത്. ആ ഭാഗം കൂട്ടുകാർ വായിച്ച് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അടുത്ത് പറയുന്നത് ചേർത്തെഴുതാം എന്ന് പറയുന്ന ഈ ഭാഗമാണ്. നവഭാരത ശില്പി എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് കണ്ടുവല്ലോ. താഴെ കൊടുത്ത പട്ടിക നോക്കി ചേരും പടി ചേർത്തെഴുതാമോ എന്നാണ്. നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞതാണ് നവഭാരത ശില്പി. അദ്ദേഹത്തിന്റെ ഒരു വിശേഷണമാണ്.
ഇതേമാതിരി കുറച്ച് വിശേഷണങ്ങൾ ഒരു ഭാഗത്തും ആ വിശേഷണത്തിന് അർഹരായവരുടെ പേര് മറുഭാഗത്തും ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ആരാണ് ഈ വിശേഷണങ്ങൾക്ക് അർഹമായത് എന്നുള്ളത് ഈ പട്ടിക നോക്കി ചേർത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ഇന്ത്യയുടെ വാനമ്പാടി. ഇന്ത്യയുടെ വാനമ്പാടി എന്ന വിശേഷണത്തിന് അർഹയായത് ആരാണ് ഇതിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കൂ, സരോജിനി നായിഡു എന്ന പേര് കാണാം. സരോജിനി നായിഡുവാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ടെക്സ്റ്റിലാണെങ്കിൽ ഇങ്ങോട്ട് വരക്കാം, നോട്ട് ബുക്കിലാണെങ്കിൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നുള്ള നേരെ സരോജിനി നായിഡു എന്ന് എഴുതാം. അടുത്തത് ഇന്ത്യയുടെ പൂങ്കുയിൽ. ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ലതാ മങ്കേഷ്കർ ആണ്. പാട്ടുകാരത്തിയാണ്, പാട്ട് പാടുന്ന ആളാണ് ലതാ മങ്കേഷ്കർ. കുയില് പാട്ട് പാടാറുണ്ട്. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ സൂചന നമുക്ക് ലഭിക്കും. ലതാ മങ്കേഷ്കർ ആണ് ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത്. ഏഷ്യയുടെ പ്രകാശം. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധനാണ്. ഒരു പരിഷ്കർത്താവായിരുന്നു ശ്രീബുദ്ധൻ. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധനാണ്. അടുത്തത് വിളക്കേന്ത്യ വനിത എന്നാണ്. വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന ആളാണ് വിളക്കേന്ത്യ വനിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരള സിംഹം ആണ് അടുത്തത്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജാവായിരുന്നു. പഴശ്ശി എന്ന രാജാവാണ് കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൂട്ടുകാർ ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ കൂടുതൽ കണ്ടെത്തി അതിന്റെ ആളുകളെ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് തത്സമയ വിവരണം എന്നാണ്. തത്സമയ വിവരണം. തത്സമയ വിവരണം നമ്മൾ വായിച്ചു നോക്കാം. വള്ളം കളിയുടെ തത്സമയ വിവരണം വായിച്ചുവല്ലോ. ഇതുപോലെ സ്കൂളിൽ നിങ്ങൾ സംഘമായി കളിക്കുന്ന ഏതെങ്കിലും കളിയുടെ തത്സമയ വിവരണം തയ്യാറാക്കൂ എന്നാണ്. വള്ളം കളിയുടെ തത്സമയ വിവരണം വായിച്ചുവല്ലോ. ഇതുപോലെ സ്കൂളിൽ നിങ്ങൾ സംഘമായി കളിക്കുന്ന ഏതെങ്കിലും കളിയുടെ തത്സമയ വിവരണം തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തത്സമയ വിവരണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതൊരു പ്രത്യേക വീഡിയോ ആയി തന്നെ സ്വന്തമായി ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരെ അത് കാണണം. ഈ തത്സമയ വിവരണം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോയുടെ ദൈർഘ്യം കൂടും. അതുകൊണ്ട് കൂട്ടുകാർ തത്സമയ വിവരണം വീഡിയോ നിങ്ങൾ ഈ ചാനലിൽ നിന്ന് കണ്ടെത്തി കാണാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യമാണ് ചേർത്തെഴുതാം എന്ന് പറയുന്ന ഈ ഭാഗം. നമുക്ക് വായിച്ചു നോക്കാം. ചേർത്തെഴുതാം എന്ന് പറയുന്ന ഭാഗം. എത്തി അധികം പോയി, എത്തിപ്പോയി, എത്തിപ്പോയി. ഇതുപോലെ താഴെ കൊടുത്തവ ചേർത്ത് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുകളിൽ നോക്കൂ, എത്തി എന്നുള്ളത് ഒരു പദവും പോയി എന്നുള്ളത് വേറൊരു പദവുമാണ്. ഈ രണ്ട് പദങ്ങൾ ചേർത്ത് എഴുതുമ്പോൾ എത്തിപ്പോയി, ഈ പാക്ക് ഇരട്ടിപ്പ് വന്നു. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ താഴെ കൊടുത്തവ ചേർത്ത് എഴുതണം. ഇവിടെ രണ്ട് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചാടി അധികം കയറി. ചാടി അധികം കയറി ചേർത്ത് എഴുതുമ്പോൾ എന്തായിരിക്കും? മുകളിലത്തെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ എഴുതുക? ചാടി കയറി. ഈ കാക്ക് ഇരട്ടിപ്പ് വരും. ചാടി കയറി. അതുപോലെ തുള്ളി അധികം ചാടി. തുള്ളി അധികം ചാടി എന്തായിരിക്കും? തുള്ളിച്ചാടി. ഇവിടെ ചാക്ക് ഇരട്ടിപ്പ് വരും. തുള്ളിച്ചാടി. നോക്കി അധികം കണ്ടു. നോക്കിക്കണ്ടു. നോക്കിക്കണ്ടു. ക എന്ന് വരും. ഇരട്ടിപ്പ് വരും. ചീറി അധികം പാഞ്ഞു. ചീറിപ്പാഞ്ഞു. ചീറിപ്പാഞ്ഞു. ഇവിടെ പാക്ക് ഇരട്ടിപ്പ് വരും. അതായത് ഇവിടെ ഈ അക്ഷരങ്ങൾ ഇരട്ടിപ്പ് വരുന്ന രീതിയിലാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. എല്ലാ സമയത്തും ഇരട്ടിപ്പായിരിക്കില്ല വരിക എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇരട്ടിപ്പ് വന്നിട്ടുള്ളത്. അടുത്തത് പദങ്ങൾ കണ്ടെത്താം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. പദങ്ങൾ കണ്ടെത്താം. ചീറിപ്പായുക. ചീറിപ്പായുക. വേഗത്തിൽ പോവുക എന്നാണ് ചീറിപ്പായുക എന്നുള്ളതിന്റെ ആശയം. ഇതുപോലെ വേഗത്തെ സൂചിപ്പിക്കുന്ന മറ്റു പദങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതൂ എന്നാണ്. ചീറിപ്പായുക വേഗത്തിൽ പോകുന്ന ഇവിടെ നേരിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ അതിന്റെ ഉദ്ദേശം വേഗത്തിൽ പോവുക എന്നാണ്. ഇതുപോലെ വേഗതയെ സൂചിപ്പിക്കുന്ന മറ്റു പദങ്ങൾ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദൃക്സാക്ഷി വിവരണ ഭാഗത്ത് ഒരുപാട് സന്ദർഭത്തിൽ അത്തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇരമ്പിക്കുതിച്ച്. ഏതാണ് സമയത്ത് ആ തുല്യ ശക്തികൾ മിന്നൽ വേഗത്തിൽ ഇരമ്പിക്കുതിച്ചാണ് വന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ഇരമ്പിക്കുതിച്ച് എന്ന വാക്കിന്റെ ഉദ്ദേശം ചീറിപ്പായുക അല്ലെങ്കിൽ വേഗത്തിൽ പോവുക എന്നുള്ള ഉദ്ദേശമാണ്. അടുത്തത് പറന്നു വന്നത് എന്ന്
പറയുന്നുണ്ട്. പറന്നു വന്നത് ഒന്നാമത്തെ ട്രാക്കിലൂടെ ഒരു പടക്കുതിരയെ പോലെ പറന്നു വന്നത് നടുഭാഗം ചുണ്ടനായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ പദവും വേഗത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. വേഗത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ഈ രണ്ട് പദങ്ങളും. ഇനിയും പദങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇടിമിന്നൽ മാതിരി, ഇടിമിന്നൽ മാതിരി, മിന്നൽ വേഗത്തിൽ, മിന്നൽ വേഗത്തിൽ. ഇത്തരത്തിലുള്ള പദങ്ങളൊക്കെ ഈ വേഗത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അടുത്തത് നോക്കൂ, പ്രവർത്തനം പാടി രസിക്കാം എന്ന് പറയുന്ന പ്രവർത്തനമാണ്. പാടി രസിക്കാം. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിലേഴും, നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർക്കാലെ പുറപ്പെടാം, അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം. ഇത് എഴുതിയിരിക്കുന്നത് രാമപുരത്ത് വാര്യർ എന്ന് പറയുന്ന കവിയാണ്. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ വരികളാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന 4 വരികള്. വള്ളംകളിയിലെ തുഴച്ചിലുകാരുടെ അധ്വാനം ലഘൂകരിക്കാൻ സാധാരണ കൂട്ടമായി താളത്തിൽ പാടുന്ന പാട്ടാണ് ഈ പാട്ടുകള്. കൂട്ടുകാർ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പാട്ടുകള് കൂട്ടമായും ഒറ്റക്കുമൊക്കെ ചൊല്ലി പഠിക്കാൻ വേണ്ടി, അതില് പാടി രസിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിന്റെ ഉദാഹരണമാണ് വഞ്ചിപ്പാട്ട് വൃത്തത്തില് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കൂടുതൽ പാട്ടുകൾ കണ്ടെത്തി കൂട്ടുകാർ പാടി രസിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അർത്ഥം കണ്ടെത്താം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. അർത്ഥം കണ്ടെത്താം. പാഠഭാഗത്തുള്ള ഏതാനും വാക്കുകളാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ വാക്ക് നമുക്ക് അക്ഷമരാവുക. അക്ഷമരാവുക. എന്താണ് ഈ അക്ഷമരാവുക എന്ന് പറഞ്ഞാൽ? ക്ഷമയില്ലാത്തവരാകുക എന്നാണ് അക്ഷമരാവുക എന്ന വാക്കിന്റെ അർത്ഥം. ക്ഷമയില്ലാത്തവരാകുക. അഭൂതപൂർവം എന്നാണ് അടുത്ത വാക്ക്. അഭൂതപൂർവം എന്ന് പറഞ്ഞാൽ മുമ്പ് സംഭവിക്കാത്ത ഇതിനെയാണ് അഭൂതപൂർവം എന്ന് പറയുന്നത്. മുമ്പ് സംഭവിക്കാത്തതിനെയാണ് അഭൂതപൂർവം എന്ന് പറയുന്നത്. മുമ്പ് ഉണ്ടായിട്ടില്ലാത്തത് എന്നൊക്കെ നമ്മൾ പറയും. ജലനൗക എന്നാണ് അടുത്ത വാക്ക്. ജലനൗക. ജലനൗക എന്ന് പറഞ്ഞാൽ തോണി അല്ലെങ്കിൽ വള്ളം. തോണി അല്ലെങ്കിൽ വള്ളത്തെയാണ് ജലനൗക എന്ന് പറഞ്ഞത്. ഹർഷം എന്നാണ് അടുത്ത വാക്ക്. ഹർഷം. ഹർഷം എന്ന് പറഞ്ഞാൽ ആഹ്ലാദം, സന്തോഷം എന്നൊക്കെയാണ് ഹർഷം എന്ന വാക്കിന്റെ അർത്ഥം. ആഹ്ലാദം, സന്തോഷം എന്നൊക്കെയാണ്. അടുത്തത് തരംഗം എന്നാണ്. തരംഗം എന്ന വാക്കിന്റെ അർത്ഥം അല അല്ലെങ്കിൽ ഓളം എന്നൊക്കെ പറയും. അല അല്ലെങ്കിൽ ഓളം എന്നൊക്കെയാണ് തരംഗം എന്ന വാക്കിന്റെ അർത്ഥം. അടുത്തത് ആരവം എന്നാണ്. ആരവം ഉണ്ടാക്കുക എന്നൊക്കെ പറയും. ആരവം എന്ന് പറയുന്നത് ശബ്ദം എന്നാണ് അർത്ഥം. ശബ്ദം എന്നാണ് ആരവം എന്ന വാക്കിന്റെ അർത്ഥം. അടുത്തത് അത്യന്തം എന്നാണ്. അത്യന്തം എന്ന് നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട്. അത്യന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെയധികം എന്നാണ്. അങ്ങേ അറ്റം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് അത്യന്തം എന്ന് പറയുക. അടുത്തത് നാന്ദി കുറിക്കുക എന്നാണ്. നാന്ദി കുറിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം കുറിക്കുക അല്ലെങ്കിൽ ആരംഭം കുറിക്കുക എന്നൊക്കെ പറയും. ഇതിനെയാണ് നമ്മൾ നാന്ദി കുറിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പാടി അഭിനയിക്കാം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നോക്കൂ, പാട്ടുപാടി വള്ളം തുഴയുന്ന രംഗം സംഘമായി അഭിനയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ ഗ്രൂപ്പായി തിരിഞ്ഞതിന് ശേഷം വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിലും താളവും അനുസരിച്ച് ഈ ബെഞ്ച്, ഒരു ബെഞ്ചിനെ തോണിയായി സങ്കല്പിച്ച് തോണി തുഴയുന്നത് പോലെയാണ് കൂട്ടുകാർ ഇത് ചെയ്യുന്നത്. നിങ്ങളും അതുപോലെ ക്ലാസ്സിലെത്തിയാൽ ഇങ്ങനെ ഒരു തോണിയായി അഭിനയിച്ചുകൊണ്ടാണ് ഈ പാട്ട് പാടേണ്ടത്. കുട്ടനാടൻ പുഞ്ചയിലെ തിത്തൈ തകതെയ്തും കൊച്ചു പെണ്ണെ കുയിലാണ് തിത്തൈ തകതെയ്തും കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്തിത്താരാ തിത്തിത്താരാ തിത്തൈ തകതെയ്തും എന്ന് പറയുന്ന വഞ്ചിപ്പാട്ട് ഈണത്തിന് ഇങ്ങനെ നിങ്ങളുടെ കുട്ടികള് കൂട്ടമായിട്ട് പാടി അഭിനയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അടുത്ത പ്രവർത്തനം സംഘം ചേർന്നുള്ള കളികൾ എന്ന് പറയുന്ന ഈ ഭാഗമാണ്. സംഘം ചേർന്നുള്ള കളികൾ. വള്ളം കളിയിലെ സംഘബോധം. സംഘബോധം കൂട്ടായ്മക്കാണ് സംഘബോധം എന്ന് പറയുക. സംഘബോധം കണ്ടുവല്ലോ.
ഇതുപോലെ നിങ്ങൾ സംഘമായി കളിക്കുന്ന ഏതെല്ലാം കളികളുണ്ട് ഓർത്തു നോക്കൂ, എഴുതൂ എന്നാണ്. ഇങ്ങനെ കൂട്ടമായി കളിക്കുന്ന ഏതെല്ലാം കളികളുണ്ട് ആ കളികളുടെ പേര് ഓർത്തു നോക്കി എഴുതാനാണ് പറയുന്നത്. ഒരുപാട് കളികൾ നമ്മൾ കൂട്ടമായി കളിക്കുന്ന കളികളുണ്ട്. നമുക്കറിയാവുന്ന കളികൾ ധാരാളമായിട്ടുണ്ട്. അതിൽ ചിലതാണ് പന്തുകളി, കൂട്ടമായിട്ടാണ് ചെയ്യാറുള്ളത്. കക്കുകളി, ഇത് കക്ക് കളിക്കൊരു ഉദാഹരണമാണ് ഈ കാണുന്നത്, അതും കൂട്ടമായിട്ടാണ്. കുട്ടിയും കോലും കളി, അതുപോലെ തന്നെ കബഡി കളി കൂട്ടമായിട്ട് കളിക്കാൻ പറ്റുള്ളൂ. കിളിത്തട്ട് കളി, നമ്മള് ഇതിനു മുമ്പുള്ള പാഠത്തിൽ കിളിത്തട്ട് വിവരണം തന്നെ എഴുതിയിട്ടുണ്ട്. കിളിത്തട്ട് കളി കൂട്ടമായിട്ട് ചെയ്യുന്ന കളിയാണ്. മാണിക്കച്ചമ്പഴുക്ക, ഇങ്ങനെ ഒരുപാട് കളി നമ്മൾ കൂട്ടമായിട്ട് ചെയ്യുന്ന കളിയാണ്. ഇതില് ഈ ചാനലിൽ തന്നെ ഒരു വീഡിയോയിൽ കളി വിവരണം ചേർത്തിട്ടുണ്ട്. ഈ പാഠഭാഗത്തിനും ഇതിനു മുമ്പ് കഴിഞ്ഞ പാഠഭാഗങ്ങൾക്കോ യോജിക്കുന്ന രീതിയിൽ ധാരാളം കളി വിവരണങ്ങൾ ഈ ചാനലിലുണ്ട്. കൂട്ടുകാരെ ഏതെങ്കിലും കളിയെക്കുറിച്ച് കൂടുതൽ അറിയണം, കളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തത് വാക്യം നിർമ്മിക്കാമെന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. വാക്യം നിർമ്മിക്കാം. ഇവിടെ നാന്ദി കുറിക്കുക, കഴിഞ്ഞ മുകളിൽ ഇതിന്റെ അർത്ഥം പറയാൻ വേണ്ടി പറഞ്ഞത് നാന്ദി കുറിക്കുക. നാന്ദി കുറിക്കുക എന്ന് പറയാൻ തുടക്കം കുറിക്കുക എന്നാണ് അർത്ഥം. ഈ നാന്ദി കുറിക്കുക, ആ വരവേൽപ്പ് ഒരു ജലമേളക്ക് നാന്ദി കുറിച്ചു. ഉത്സവത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് കൊടിയേറ്റം നടന്നു. ഇതുപോലെ താഴെ കൊടുത്ത വാക്കുകൾ ഉപയോഗിച്ച് വാക്യം നിർമ്മിക്കുക എന്നാണ്. ഇവിടെ നാന്ദി കുറിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വാക്യങ്ങൾ ഉണ്ടാക്കി. ആ വാക്കിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് വാക്യങ്ങൾ ഉണ്ടാക്കി. ഇതുപോലെ താഴെ കൊടുത്ത വാക്കുകൾ ഉപയോഗിച്ച് വാക്യം നിർമ്മിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ വാക്ക് അക്ഷമരാവുക എന്നാണ്. ഇതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചതാണ്, അക്ഷമരാവുക എന്നാണ്. ഈ അക്ഷമരാവുക എന്ന വാക്ക് ഉപയോഗിച്ച് നമുക്ക് ഒരു വാക്യം ഇവിടെ നിർമ്മിക്കാം. അതിഥി വരാൻ വൈകുന്തോറും ജനങ്ങൾ അക്ഷമരായി. ആ പാഠഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിഥി വരാൻ വൈകുന്തോറും ജനങ്ങൾ അക്ഷമരായി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, പരിപാടി തുടങ്ങാൻ വൈകിയപ്പോൾ കാണികൾ അക്ഷമരായി. പരിപാടി തുടങ്ങാൻ വൈകിയപ്പോൾ കാണികൾ അക്ഷമരായി. ഇങ്ങനെ അക്ഷമരാവുക എന്ന വാക്ക് ഉപയോഗിച്ച് നമുക്ക് ധാരാളം വാക്യങ്ങൾ നിർമ്മിക്കാൻ കഴിയും. അടുത്തത് ലക്ഷ്യസ്ഥാനം എന്നാണ്. ലക്ഷ്യസ്ഥാനം, ആ യാത്രാവാഹനം ആളുകളെയും വഹിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. ആ യാത്രാവാഹനം ആളുകളെയും വഹിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. അവിടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എന്ന ലക്ഷ്യസ്ഥാനം എന്ന് തന്നെ ലക്ഷ്യസ്ഥാനത്തേക്കോ അങ്ങനെ മാറ്റി എഴുതുന്നതിനും കുഴപ്പമൊന്നുമില്ല. അടുത്തത് തുടർച്ചയായ പരിശ്രമം ഉണ്ടെങ്കിൽ ആർക്കും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും. തുടർച്ചയായ പരിശ്രമം ഉണ്ടെങ്കിൽ ആർക്കും ലക്ഷ്യസ്ഥാനത്ത്, ലക്ഷ്യസ്ഥാനത്ത് എന്നാണ്, മറ്റേത് ലക്ഷ്യസ്ഥാനത്തേക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വാക്കുകൾ മാറ്റിയത്. അതുപോലെ തന്നെ കഠിനമായി പരിശ്രമിച്ചാൽ ഏതൊരാൾക്കും ലക്ഷ്യസ്ഥാനത്ത് എത്താം. ഇങ്ങനെ ലക്ഷ്യസ്ഥാനം എന്ന വാക്ക് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് വാക്യങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്ന പാഠഭാഗത്തെ ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ചോദ്യോത്തരങ്ങളും അർത്ഥം കണ്ടെത്തലും പാടി രസിക്കലും ചേർത്തെഴുതലും വാക്യനിർമ്മാണവും ഒക്കെ നമ്മൾ കണ്ടു, പഠിച്ചു. കൂട്ടുകാർക്ക് ഈ പാഠഭാഗം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ പാഠഭാഗം ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളും പാഠഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.